ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ് സാറേ, തൃത്താല, കൂടല്ലൂരോ, അതുപോലെ ഈ പ്രകൃതി ഇങ്ങനെ ഒരു കനിഞ്ഞ് അനുഗ്രഹിച്ചൊരു സ്ഥലത്ത് സാറ് ജനിച്ചു, അവിടെ വളർന്നു, അവിടുത്തെ ഒരു ബാല്യം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത്രയൊന്നും ഭംഗിയില്ലാത്തൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും എനിക്ക് ഈ ബാല്യത്തെ പറ്റിയൊക്കെയുള്ള നമ്മുടെ ഒരുപാട് ഈ നിറം പിടിപ്പിക്കണ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവില്ല സാർ. അങ്ങനത്തെ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവേണ്ട ഒരു ആള് എഴുതുന്ന കഥകളിലെ കഥാപാത്രങ്ങളുടെ ബാല്യത്തിനൊക്കെ ഇപ്പോൾ അപ്പൂൻ്റെയും വാസുവിൻ്റെ ഒക്കെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്കായാലും കർക്കിടകമായാലും ഓപ്പോളായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് എന്താണ് സാർ ഒരുപാട് നൊമ്പരങ്ങൾ അത്തരം കഥാപാത്രങ്ങൾക്ക് വരാൻ? അത് സാറിൻ്റെ ബാല്യമായിട്ട് സാർ ഇങ്ങനെ കമ്പയർ ചെയ്തു? കുറേയൊക്കെ എൻ്റെ ബാല്യമായിട്ട് ബന്ധപ്പെട്ടതാണത്. കാരണം ആ പ്രദേശവും പ്രകൃതിയും അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾക്കൊക്കെ വലിയ രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരുപാട് തിക്തമായ അനുഭവങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും മുഴുവൻ എൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞുകൂടാ. ആ സമപ്രായക്കാരായ പലരുമായിട്ട് അവരുടെ അനുഭവം അതിൽ കൂടുതലായിട്ട് എൻ്റെ അമ്മയുടെയൊക്കെ അനുഭവമാണ്. ഈ മരുമക്കത്തായ തറവാടിൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെയാണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയിലൊക്കെ ഉള്ളത്. കർക്കിടക മാസമാകുമ്പോൾ വീടുകളിൽ നെല്ലുണ്ടാവില്ല, അരി ഉണ്ടാവില്ല. നമ്മൾ കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. കുട്ടികൾക്കൊക്കെ പിറന്നാളും ആഘോഷവും സദ്യയുണ്ടെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് മുൻ തലമുറ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ട, അതായത് അമ്മാവൻ ആ മുകളിൽ പത്തായപ്പേരയിൽ ഇരുന്നാൽ പിന്നെ ആ ഭാഗത്തൊന്നും ആളുകൾ ശബ്ദിക്കാൻ പോലും പാടില്ല. മുൻകഥകൾ പലതുമുണ്ട് ഇവരൊക്കെ പറഞ്ഞു തന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, അത്ര മഹാഭിഷകൻ. അദ്ദേഹം ഈ പടിപ്പുര മാളികയുടെ മുകളിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് കോഴിയിറച്ചിയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയക്കുക. ഇവിടെ താഴെയുള്ള ഈ സ്ത്രീകളും കുട്ടികൾക്കൊന്നും നല്ല ഭക്ഷണമില്ല. മരുമക്കളെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഈ കാരണവരെ വിഷം കൊടുത്തു വന്നു. മുകളിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചാൽ പാഷാണം ചേർത്തിട്ട് കൊടുത്തു. ഇയാൾ മുകളിലിരുന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് നിലവിളിച്ചപ്പോൾ ഇവരൊക്കെ വാതിലടച്ച് കിടന്നു. എൻ്റെ അമ്മയ്ക്ക് പറയണത് പിന്നീടുള്ളൊരു ഘട്ടത്തിൽ ഈ മരിച്ചുപോയ പറയന്മാനോ എന്തോ പേര്, ഇദ്ദേഹത്തിൻ്റെ പ്രേതം ഈ ചുറ്റുവട്ടത്ത് നടന്നിരുന്നു. ഞങ്ങൾക്ക് കൂടി പേടിയായിരുന്നു. ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ പറ്റി അമ്മയും മറ്റാളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെരുട്ടിൻ്റെ തന്നെ ഒരു ക്യാരക്ടറുണ്ട്. അതൊരു കാരണവരാണ്. അടയ്ക്ക വിറ്റുണ്ടാക്കിയ കാശൊക്കെ സ്വർണ്ണ നാണയമാക്കി. എന്നിട്ട് ഈ പറമ്പിൽ എവിടെയോ കുഴിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് നൊസ് വന്നു. എവിടെയോ കുഴിച്ചിട്ടെന്ന് അറിയില്ല. രാത്രിയായി കഴിഞ്ഞാൽ ഒരു പിക്കാസും എടുത്തിട്ട് ഇങ്ങനെ ഇദ്ദേഹം മരിച്ചു പോയിട്ടും ഈ പ്രേതം നടക്കുന്നു എന്നുള്ള ഒരു കഥകൾ കേട്ടു. ഇങ്ങനെ മുൻകാലഘട്ടത്തിലെ പല കഥകളും കേട്ടിട്ടുണ്ട് ഇതിലൊക്കെ. അതൊക്കെ നമുക്ക് പിന്നീട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നൊമ്പരങ്ങൾ എപ്പോഴും വളരെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിയുന്ന രീതിയിലാണ്. ഇപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ കർക്കിടത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടേ സാർ, വിശന്ന് വരുന്ന ആ കുട്ടി കഞ്ഞി ഉണ്ടാകുന്ന വരുമ്പോൾ രാത്രിയാകുമ്പോൾ ഒരു അമ്മാവൻ കയറി വരെയും നാളെ അമ്മാവന് വണ്ടിക്കൂലി കൊടുക്കാൻ 2 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ അമ്മയുടെ ചിന്ത. അതൊക്കെ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്നത്. അതൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം വേണം, ഭക്ഷണം കരുതിയിരിക്കും. ആ സമയത്ത് ഏതോ ഉദിക്കുന്നൊരു വിരുന്നുകാരൻ, അയാളെ സൽക്കരിക്കണം. അപ്പോൾ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മോശമില്ല. അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൻ ഒന്നും കഴിച്ചിട്ടില്ല, ഉദാഹരണം ഉറങ്ങിപ്പോവുകയാണെന്ന് പറയുന്നത്. അത് ഏകദേശം നമ്മളൊക്കെ അനുഭവിച്ചത് തന്നെ. ഒരു പരിധിവരെ ആവശ്യമില്ലാത്തൊരു ദുരഭിമാനത്തിൽ നിന്നാണ് സാർ അതൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു ദുരഭിമാനത്തിൻ്റെ അംശമുണ്ട്. പക്ഷേ നന്മയുടെ ഒരു അംശമുണ്ട്. എൻ്റെ കുട്ടി ഒരു നേരം കഷ്ടപ്പെട്ടാലും ശരി, വരുന്നവർക്കൊന്നും തോന്നരുത് ഇവിടെ കഷ്ടിയായിരിക്കും. അതിലും മോശമായിട്ടുള്ള വീടുകൾ അപ്പുറത്തുണ്ട്. അവരവിടെ നിന്ന് വരുമ്പോൾ അവിടെ കഞ്ഞി വെച്ചില്ല, ചോറ് വെച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്മമാരെ നമ്മൾ ഒരുപാട് ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കാരണവന്മാർക്ക് ആവശ്യത്തിലധികം ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ സാർ. അതിൽ നിന്നിപ്പോൾ മാറിയിട്ട് ഇപ്പം ഒരുപാട് മാറി. മക്കളും അച്ഛനും വളരെ. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ടുള്ള ഒരു സാറിന് എന്താണ് അതിൻ്റെ ഒരു നല്ലത് ഏതാണ്? എൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലൊക്കെ ഈ അച്ഛന്മാൻ മുകളിലിരുന്ന താഴത്ത് കൂടെ ഈച്ച ഉറക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ മുൻ തലമുറ. ഞാനൊന്നും കണ്ടിട്ടില്ല കാരണന്മാരൊന്നും അങ്ങനത്തെ ആളുകൾ. അവരൊക്കെ സാധുക്കളായിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ അമ്മയെ പേടിച്ച് നിന്നവരാണ്. അമ്മയുടെ താഴെ മരുമക്കത്തായ വ്യവസ്ഥയിൽ മൂത്ത സ്ത്രീക്കാണ് കൂടുതൽ ഇതുള്ളത്. വേറെ ചില വീടുകളിൽ ഉണ്ടായതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിട്ട് ചില വീടുകളിൽ പോകുമ്പോൾ തന്നെ കുട്ടികൾ പറയും മിണ്ടരുത്, പത്തായപ്പരയിൽ മാവരിക്കുന്നുണ്ട്, ശബ്ദിക്കരുത്, അവിടെ നിന്ന് കളിക്കാൻ പാടില്ല. രണ്ടും കണ്ടിട്ടുണ്ട്. എന്നാണ് സാർ ഇതൊന്ന് എഴുതി തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്?
അന്നൊന്നുമില്ല. അന്നിപ്പോൾ ഞങ്ങൾക്കങ്ങനെ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നുമില്ല. ഞങ്ങളൊരു കൃഷിക്കാർ, ഇടത്തരത്തിൽ താഴെയുള്ള കൃഷിക്കാരെന്ന് പറയാം. പിന്നെ എൻ്റെ 3 ജ്യേഷ്ഠന്മാരുണ്ട്, ഞാൻ 4 പേരിൽ അവസാനത്താണ്. ഇവർക്കൊക്കെ എന്തുകൊണ്ടോ തനി ഗ്രാമപ്രദേശമാണെങ്കിലും ഈ വായനയിലൊക്കെ ഒരു താല്പര്യമുണ്ട്. ആ ജ്യേഷ്ഠൻ തന്നെ ആ കാലത്ത് BA കഴിഞ്ഞ ഉടനെ അന്നത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ ചില ലേഖനം എഴുതിയിരുന്നു, പൊളിറ്റിക്സ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ജ്യേഷ്ഠൻ്റെ പേരൊക്കെ അവിടെ അച്ചടിച്ചു കാണും. അതിൻ്റെ താഴെയുള്ള ജ്യേഷ്ഠനും എഴുത്തിലും ചിത്രം വരയിലും ഒക്കെ താല്പര്യമുണ്ട്. എൻ്റെ നേരെ മൂത്ത ബ്രദർ കൊച്ചുണ്ണേട്ടൻ എന്ന് പറഞ്ഞ ആൾ കവിത എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളിൽ ഈ ഒരു താല്പര്യം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. സാർ കഥകൾ തന്നെയല്ലേ എഴുതി? അല്ല, ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിത തന്നെയാണ്. കവിതയാണ്. ആ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറുപ്പത്തിൽ ആദ്യം തുടങ്ങുന്ന കവിതയിലാണെന്ന് തോന്നുന്നു. കണ്ട മാസികകൾക്കൊക്കെ അയച്ചു, 1-2 പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ തോന്നി ഇത് ശരിയാവുന്നില്ല. അങ്ങനെയാണ് ഞാൻ പതുക്കെ കഥ എഴുതാൻ തുടങ്ങി. 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അതിൽ ചിലതൊക്കെ അച്ചടിച്ചു വന്നു. അച്ചടിച്ചു വന്നപ്പോൾ തിരക്കിടില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ പതുക്കെ കവിതയൊക്കെ വിട്ടിട്ട് നേരെ ഈ ഫിക്ഷൻ കഥയിലേക്ക് കടക്കുകയും ചെയ്യും. നമ്മൾ മറ്റു പുസ്തകങ്ങളിലും സാഹിത്യത്തിലും കണ്ടിട്ടില്ലാത്തൊരു മലയാളം ആണല്ലോ സാറ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഇങ്ങനെയല്ല വേറൊരു രീതിയിൽ. അത് ഞാൻ ഒരുപാട് വായിച്ചതിന് ശേഷം സാറിന് അങ്ങനെ എഴുതണം തോന്നിയുണ്ട്, വേറൊന്നും ഫോളോ ചെയ്യാതെ വേറൊരു ശൈലി കൊണ്ടുവരിക. ഇതെന്ന് പറയാവുന്നത് ഈ ഗ്രാമീണമായ കുറേ കാര്യങ്ങൾ, ഗ്രാമീണമായ പദപ്രയോഗങ്ങൾ, ശൈലികൾ, രൂപകങ്ങൾ, ഇതിപ്പോൾ വേണമെച്ചിട്ടില്ല അറിയാതെ തന്നെ നമ്മുടെ അടുത്ത് കണ്ട് പഴകിച്ച ഗ്രാമീണർ. ഈ വേനൽക്കാലത്ത് മഴ കാത്തിരിക്കുന്ന ഗ്രാമീണരുണ്ട്. ആകാശത്തേക്കൊക്കെ നോക്കിയിട്ട് കാർമേഘങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഒന്നുമില്ല, അത് അവരുടെ ഭാഷ. വെളുത്തേടൻ്റെ അറ പോലെയല്ലേ ആകാശം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് കിടക്കുന്നു, നിലം പഴുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ ഭാഷ നമുക്കത് കിട്ടി. അത് നമ്മളിലേക്ക് കടന്നു വരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തെ കാലത്തെ പറ്റി ഒന്നും ഞങ്ങൾ അധികം കേട്ടിട്ടില്ല സാറിൻ്റെ. അത് കോളേജ് നല്ലൊരു ഇതായിരുന്നു. സാമ്പത്തികമായ വലിയ പരാധീനതയുണ്ടായിരുന്നു. കാരണം സ്കൂളിലേക്ക് മറ്റു കുട്ടികളെ മാതിരി ആഘോഷത്തിൽ നടക്കാനും ഒന്നൊക്കെ ആയിട്ടുള്ളൊരു അതിനുള്ള സൗകര്യമില്ല. കാരണം വളരെ പരിമിതമായ പൈസയാണ് അയച്ചിരുന്നത് അച്ഛൻ. അപ്പം അതുകൊണ്ട് ഫീസ്, ഡ്യൂസ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും ഉണ്ടാവില്ല, ആഘോഷിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ സെറ്റ് കൂടാതെ. 4-5 പേര് കൂടി ഒരുമിച്ച് പോയിട്ട് വൈകുന്നേരം കാപ്പി കുടിക്കുന്നു ആഘോഷമായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരാളായ ഞാനും അത് ചെയ്യേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പതുക്കെ ഒന്ന് മാറി നിൽക്കുന്നു. ഇപ്പം ഞാൻ പിന്നെ കൂടുതലായി ലൈബ്രറികളെ നമ്മുടെ ചെറിയ കോളേജിന് 1-ാം തരം ലൈബ്രറി ഉണ്ട്, അതിനെ ആശ്രയിക്കാൻ തുടങ്ങി, പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ കാലം നല്ല കാലമായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന അടിപൊളി ജീവിതം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാകുന്ന നോവൽ 4 കെട്ട്, അതിലാണ് ശരിക്കും ഇങ്ങനെയുള്ള തറവാടിൻ്റെ തകർച്ചയും ഇതിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ. അത് ശരിക്കും സാർ കണ്ടിട്ടുള്ളതാണ്? അത് പറഞ്ഞു കേട്ടതാണ്. നമ്മൾ വളരുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നിരിക്കുന്നു. പക്ഷേ ഈ ക്രൂരന്മാരായിട്ടുള്ള അമ്മമാരുടെ ദണ്ഡനോ അതും കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്ന അമ്മമാർ അവരെ. അപ്പോൾ അവരെത്ര ക്രൂരന്മാരായിരിക്കണം? വാതിലടച്ച് കിടക്കാൻ പറഞ്ഞു, ഇതിൽ വിഷം കൊടുത്തു തന്നു. അതൊക്കെ 2 തലമുറ മുമ്പുണ്ടായിരുന്നത്. സഹോദരങ്ങളുടെ കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ബ്രദേഴ്സൊക്കെ ഇപ്പോൾ ഇല്ല. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, 2 ജ്യേഷ്ഠന്മാരില്ല. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുണ്ട്. പിന്നെ ഓപ്പ എന്ന് വിളിക്കുന്ന അല്ലേ? അതെ, എനിക്ക് 2 ഓപ്പമാരുണ്ട്. ഒന്ന് എൻ്റെ മൂത്ത ബ്രദറുടെ വൈഫ്, അവരിപ്പുണ്ട്. എൻ്റെ എൽഡസ്റ്റ് ബ്രദർ മരിച്ചുപോയി. ഇവർ 2 പേരും എൻ്റെ അച്ഛൻ്റെ മരുമക്കളാണ്. അതിൻ്റെ താഴെ ഒരു ഓപ്പുണ്ട്, കാർത്തികനെ ഒപ്പ് എന്ന്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന വായിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലൊക്കെ പഠിച്ചതാണ്. ഓപ്പോൾ എന്ന വാക്ക് മലയാളിക്ക് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങാണ്. അങ്ങയുടെ പ്രിയപ്പെട്ട കാർത്തിയാനി ഓപ്പുവാണ് നമ്മുടെ സമാഗമത്തിലെ ആദ്യത്തെ അതിഥി. ഞാൻ ക്ഷണിക്കട്ടെ.
ചെറുപ്പത്തിലൊക്കെ എഴുതിയിട്ട് കഥകളൊക്കെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അല്ലേ? ചെറുപ്പത്തിൽ ചില 12 വയസ്സിലൊക്കെ ഏകാങ്കം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുമരനെല്ലൂർ പഠിക്കുമ്പോൾ ഈ 8ാം ക്ലാസ്സിൽ, അന്ന് 12 വയസ്സേ ഉള്ളൂ. അന്ന് ഈ കാട്ടലിയുടെ കത്ത് എന്ന് പറഞ്ഞിട്ടേ ഒരു ശിവജിയെ പറ്റിയിട്ട് ഒരു ഏകാങ്കം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ല. പിന്നെ ഒരു ദിവസം ഞാൻ വാസിനോട് ചോദിച്ചു, അങ്ങനെ ഒന്ന് എഴുതിയത് ഓർമ്മ, എനിക്ക് വേണം ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഏകാങ്കം അതാവും എന്നുള്ളതാണ്. കാട്ടലിയുടെ കത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പുറത്ത് വയ്ക്കില്ലേ, അങ്ങനെ അന്ന് എഴുതുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പച്ച 40 പേജിൻ്റെ നോട്ട്ബുക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര വായനയായിരുന്നു. ആ വായനയുടെ ശീലം എനിക്ക് തന്നെ ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നെ അതേമാതിരി തന്നെ എന്തെങ്കിലും ലഘുവായിട്ടുള്ളൊരു പൈസ അതിന് സമ്പാദ്യം കിട്ടിയാൽ വേറെ ഒന്നും ചെയ്യില്ല, ബുക്ക് വാങ്ങി. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വെച്ചു. അതൊക്കെ നല്ല ഭാഷക്കാരനായിരുന്നേ ചെറുപ്പത്തിലേ. അമ്മായി പറയുന്നത്, പക്ഷെ അമ്മായിമാര് ക്ഷമയുള്ള ഒരാളുണ്ടായിരുന്നില്ല. എന്ത് വാശിയാണെങ്കിലും കൂടിയിട്ടൊന്നും കുട്ടികളെ ശാസിക്കുകയില്ല, അടിക്കുക ഒന്നും ചെയ്തിരുന്നില്ല. നല്ല ക്ഷമയായിരുന്നു അമ്മയ്ക്ക്. ഇതിലേക്ക് സിസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സ്വന്തം എഴുത്തിമാരുമാർ തന്നെയാണ്. അപ്പോൾ എനിക്കൊക്കെയാണ് ചെയ്ത് പഠിക്കണം എന്നുള്ള മോഹമുണ്ട്. SLC കഴിഞ്ഞു, TTC കഴിഞ്ഞ് ടീച്ചറായി. പിന്നെ അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ഇതേമാതിരി റെഫറൻസ് ബുക്കൊന്നും കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഷേക്സ്പിയറൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ ബാസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജൂലിയസ് സീസർ ആണ് എഴുതേണ്ടത്. അപ്പം ഒന്നും വേണ്ടിയൊന്നുമില്ല, ജൂലിയസ് സീസർ കഷ്ടി 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഞാൻ വിചാരിക്കും ഏത് കോളേജിൽ പോയാലും അത്ര നല്ലൊരു നമ്മുടെ ടച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ അനിയനാണെങ്കിലും ഗുരുവും കൂടിയാണ്, ഗൈഡാണ് എല്ലാ കാര്യത്തിലും. അതുമാത്രമല്ല നിങ്ങൾക്കൊക്കെ ഒരു തണലായിരുന്നു. 86 എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ എനിക്ക് ആ പറഞ്ഞ വാക്ക് എനിക്ക് വലിയ സപ്പോർട്ടാണ്. കാരണം അവർ വെറുതെ അധികം സംസാരിക്കില്ല, ചുമലിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ സാന്ത്വനിപ്പിച്ചപ്പോൾ അത് മാത്രം മതി. എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു. മകളുടെ കല്യാണത്തിന് ശരിക്കും അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നടത്തിയത് എൻ്റെ സ്വന്തം ബ്രദറിനെക്കാട്ടും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരു 11 മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതായത് ആരോഗ്യം വീണ്ടെടുക്കുക, ആയുഷ്യം വേണം വിചാരിച്ചിട്ട് ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുക. ബന്ധങ്ങളുടെ ഒരു ആഴം, ബന്ധങ്ങൾ കീപ്പ് ചെയ്യും എപ്പോഴും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേച്ചേരി പോകുമ്പോൾ അത് ശരിക്കും പറയച്ചാൽ എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് അവസാനമായി എൻ്റെ ഹസ്ബൻഡിനത് ഏറ്റവും അടുപ്പായിരുന്നു. പിന്നെ സൂക്കടായിട്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതും ഒക്കെ തന്നെയായിരുന്നു. ഇത്രയും വാശിക്കാരൻ എങ്ങനെയാണ് സാർ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് ബാലേട്ടന്മാരെയും ഒക്കെ എഴുതിയെടുത്തത് അല്ലേ? പുറപ്പെണ്ണ ബാലേട്ടനെ പോലെ എല്ലാം വിട്ടുകൊടുക്കുന്ന മറ്റൊരാളെ കണ്ടിട്ടില്ല. സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മാറിയിട്ടാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചുവന്ന ട്രൗസർ ഇട്ടിട്ട്. കാരണമൊക്കെ അനാരോഗ്യം കൊണ്ടായിരിക്കണം. ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, മറ്റുള്ളവരെ ശ്രദ്ധ കിട്ടുന്നില്ല. തോന്നുന്നുണ്ട്. ഈ ഡബിൾ പ്രൊമോഷൻ ഒക്കെ ആ കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഒന്നില് കുറച്ച് ദിവസമേ പഠിച്ചുള്ളൂ, ഒന്നിലുണ്ട് മൈമക്ക ഹൗസ്. നേരിട്ട് 5ാം ക്ലാസ്സിലേക്കാണ് പിന്നത്തെ കയറ്റുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ജ്ഞാനപീഠം കിട്ടുന്നതിലും ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്ത് സാറിന് തന്നെയായിരിക്കും. അറിയാലോ, എത്ര സംശയം. അത് തന്നെ ഏറ്റവും ചെറുപ്പമായിരുന്നു. അക്ഷരശ്രവണമൊന്നും വല്ല കമ്പുള്ള കാലമായിരുന്നു നല്ല. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ സാഹിത്യമഞ്ജരിയൊക്കെ മുഴുവൻ വഹിക്കും. സംസ്കൃതത്തിലൊക്കെ അത്രയും സംസ്കൃതത്തിൽ വലിയ ഇതില്ല, പക്ഷേ ശ്ലോകങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ആർദ്രത ഇത്തിരി കൂടി. ആരുടെയെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ, അവരുടെ കഷ്ടങ്ങൾ കാണുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്ഥിതി ഉണ്ട്. അതും സാർ നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ ഇല്ലായ്മ ഉണ്ടെങ്കിൽ പോലും വേറൊരാളില്ലായ്മ കേട്ടാൽ അവർക്ക് കൊടുക്കാനുള്ള. ഭക്ഷണം കഴിക്കണ നേരത്തെ ഒരാൾ വന്നിരിക്കാം, അത് നമ്മുടെ അമ്മയുടെ സ്വഭാവമാണ്. അങ്ങയുടെ കഥാപാത്രങ്ങൾക്ക് ഒരു വ്യത്യസ്ത രൂപം കൊടുത്ത് മലയാളിയുടെ മനസ്സിലേക്ക് ഈ കഥാപാത്രത്തിൻ്റെ രൂപം പതിപ്പിച്ചു തന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് അടുത്ത അതിഥി. ക്ഷണിക്കട്ടെ അദ്ദേഹത്തിനെ ഞാൻ.
നമ്മൾ ഏകദേശം ഒരേ പ്രദേശത്തേല പഴയ പൊന്നാനി താലൂക്ക്. പിന്നീടാണ് അതിനെല്ലാവരും ഈ വള്ളുവനാട് എന്ന് പറഞ്ഞിട്ടൊരു വിശേഷണം കൊടുത്തത്. ഞങ്ങൾ പഴയ പൊന്നാനി താലൂക്കുകാരാണ്. ഞാൻ നമ്പൂതിരിയെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്പൂതിരിയുടെ ചിത്രങ്ങളാണ് കണ്ടത്. പൂമണിമൻ അവരുടെ ചുമലിൽ കുറച്ച് രാമായണം വരച്ചിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങി. പിന്നെ നമ്പൂതിരി മാതൃഭൂമിയിലേക്ക് വന്നു, ചിത്രകാരനായിട്ട് വന്നു. അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മലയാളം ഈ വാരികകളിൽ ഇങ്ങനൊരു സംസ്കാരം ഉണ്ടായത് മാതൃഭൂമിയിൽ നിന്നാണ്. ആദ്യം ജയകേരളത്തിൽ വന്നിരുന്നു ചിത്രങ്ങൾ, ACSൻ്റെ ഒക്കെ. ഇത്തരം ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് തുടങ്ങുന്നത്. ഇത്രയും ഇതായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റ് ഭാഷകൾക്ക്, ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൊന്നും ഇത്തരം ചിത്രങ്ങളില്ല. അതൊരു തരം പൈങ്കിളി ചിത്രങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ഒരു പുതിയ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തു. ഇപ്പം എന്താ വെച്ചാൽ ഇലസ്ട്രേഷൻ എല്ലാ മാസികൾക്കും ഇലസ്ട്രേഷൻ വേണമെന്നുള്ളൊരു ആ കാലഘട്ടം മാസികകൾക്ക് മാത്രമല്ല പുസ്തകങ്ങൾക്കും വേണമെന്നുള്ള ഈ ചിത്രങ്ങൾ വലിയൊരു ആകർഷണമായിരുന്നു. ഈ പല ക്യാരക്ടേഴ്സിനെയും ആ ചിത്രത്തിലൂടെ ആളുകൾ ഓർമ്മിക്കുക എന്നുള്ളൊരു പതിവ് തുടങ്ങിയത്. വീക്കെൻഡൊക്കെ പല ക്യാരക്ടേഴ്സ് നമ്മൾ നമ്പൂരി സാറിൻ്റെ വരയിൽ കൂടിയാണ് നമ്മൾ അത് വളരെ യാദൃശ്ചികമായില്ലാതെ തോന്നുന്നു. ഞാനും AS ഉള്ള സമയത്ത്, ദേവനുള്ള സമയത്ത് വാസുദേവനാരാണ് ഈ കഥകളും നോവലും നോക്കാൻ, കൃഷ്ണമാരുടെ മറ്റ് ലേഖനങ്ങളൊക്കെ. അപ്പം മിക്കവാറും VKൻ്റെ കഥ എൻ്റെ കയ്യിലാണ് കിട്ടുക. അങ്ങനെ ചില ഇതുണ്ട്. അങ്ങനെ എനിക്ക് ഭാഗ്യം എന്ന് പറയട്ടെ, VKൻ്റെയും വാസുദേവനാരൊക്കെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു ഇതാണ്. കേരളത്തിലെ മലയാള ചെറുകഥാപ്രസ്ഥാനത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ള വലിയ ആൾക്കാർ, വലിയ എഴുത്തുകാരെ മുഴുവൻ വാസുദേവനാരുടെ കാലത്താണ്. അവർ മാതൃഭൂമിയിൽ എഴുതുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹം. അത് വാസുദേവനാരെ കൂടെയാണ് വന്നത്. വേറെ അതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു സാധനം ഇല്ല, ഉണ്ടായില്ല. എല്ലാത്തിനും ഉണ്ടല്ലോ സാർ അങ്ങനെ ഒരു നല്ല സമയം അല്ലേ സാഹിത്യത്തിന്? അപ്പോൾ ആ സമയത്ത് ഒരുപാട് നല്ല പ്രതിഭകളുണ്ടാവും. സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിനും ഉണ്ട്, പാട്ടുകൾക്കുണ്ടായിരുന്നു. എല്ലാത്തിനും പ്രതിഭകളുടെ ഒരു സംഗമം വരണ ഒരു കാലഘട്ടം ഉണ്ടാവും. ഈ ഇലസ്ട്രേഷൻസിനൊക്കെ ഇവിടെ മാത്രമല്ല, പുറമേയും വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ, ഒരിക്കൽ അബു എബ്രഹാം മാതൃഭൂമി വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തനായ ആളാണ്, വലിയ പത്രങ്ങളിൽ ഇംഗ്ലണ്ടിലൊക്കെ വരച്ചിരുന്ന ആളും. ഇവിടെ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം നമ്മുടെ മുറിയിലൊക്കെ വന്ന്, ഇവരില്ല ഇവിടെ, ചിത്രകാരന്മാരുടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ചിത്രകാരന്മാരുടെ വിഭാഗം. അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞു, ഈ നമ്പൂതിരി വരച്ച ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ ഒരു സ്കെച്ച് എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഞാൻ ഉടനെ തേടിപ്പിടിച്ച് എടുത്തുകൊള്ളുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പിന്നെ ഇവരൊക്കെ പരിചയപ്പെട്ടത് പിന്നീടാണ്. അപ്പം അങ്ങനെ പുറമേ നിന്ന് വരുന്നവരും നമ്മുടെ ഇലസ്ട്രേഷൻസിൻ്റെ കാര്യത്തിൽ വേഗൻ നമ്പൂതിരി, AS നായർ, ഇവരൊക്കെ ഇലസ്ട്രേഷൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഭാഷ അറിയാത്തവരും പോലും ശ്രദ്ധിച്ചിരുന്നു. അതൊരു പ്രത്യേകതയാണ്. ഈ രണ്ടാമൂഴത്തിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു രൂപമാവും കൊടുക്കാൻ? അത് രണ്ടാമൂഴത്തിലെ ഞങ്ങൾ രണ്ടാമൂഴം എഴുതി കഴിഞ്ഞിട്ട് കലാകൗമുദിയിലാണല്ലോ വന്നത്. അപ്പോൾ MT പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ അതിൽ ചെറിയൊരു MT പറഞ്ഞത്, അത് ഒരു മനുഷ്യൻ്റെ കഥയായിട്ടാണ് അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഇതാണ്. അപ്പം ഞാൻ കുറച്ച് ഒരു ചെറിയൊരു ഇതിലായി. എന്താ വെച്ചാൽ മനുഷ്യനായിട്ട് വരച്ചാൽ ഈ പുരാണ കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്ക് ശരിയാവില്ല. ആളുകൾ കണ്ടും അപ്പം അതെ, നമ്മൾ കാണുന്ന ആളുകൾ അതേമാതിരി വരയ്ക്കുമ്പോൾ അത് ഈ ഭീമനൊക്കെ അങ്ങനെ വന്നാലേ ആളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ചെറിയ സംശയം. ഞാനിപ്പോൾ കുറച്ച് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഭയങ്കര ഒരു ആവേശമുണ്ട്. ഇത് വരയ്ക്കാനുള്ളൊരു എങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വേണം സാധാരണ വരയ്ക്കുന്നതിന്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷൻ, പ്രത്യേകിച്ച് ചോള പല്ലവ പീരീഡിലെ പഴയ സ്കൾപ്ചേഴ്സും ഈ ലോഹ വിഗ്രഹങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു വടിവുണ്ടല്ലോ. അപ്പോൾ അത് ഭാരതീയമാണ്, അത് കേരളീയമാണെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സ്റ്റൈൽ അതിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിഗേഴ്സിന് അതെനിക്ക് നേരത്തെ ഇഷ്ടമാണ്. അപ്പോൾ അതും ഇതും കൂടി ഇപ്പം അത് മുഴുവൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അതാണ് ആ ഫിഗേഴ്സിൻ്റെ ഒരു അടിസ്ഥാനം. ഇപ്പോൾ ഭീമനൊക്കെ കുറേ മാറ്റി, സാധാരണ സങ്കല്പ വലിയ കിരീടമൊക്കെ വെച്ച് വലിയ ആൾക്കാരാണല്ലോ, അതങ്ങനെ ഭീമൻ എന്ന് പറയുന്നത്. പിന്നെ ഈ വലിയ തടി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആ ഒരു മുഖത്തിനൊന്നും ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതിയ, ഇപ്പം പിന്നെ വരച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര ആവേശമായി.
അതിനിടയ്ക്ക് ഈ രണ്ടാമൂഴം വരുന്ന കാലത്ത് ഒരു സംഭവം, ജയചന്ദ്രൻ നായർ അതിലാണല്ലോ വന്നത്. അപ്പം അദ്ദേഹം എവിടെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദം നടന്ന കാലം ഈ രണ്ടാമൂഴം വരുന്ന കാലം. ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത് എന്താ വരികയെന്ന്. അത് ഭയങ്കര ഒരു സാധനമായിരുന്നു ആ കാലത്ത്. അപ്പം അതിന് വരയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും. വാസ്തവത്തിൽ ആ ചിത്രങ്ങൾ ഇപ്പോഴും ആൾ ചോദിക്കും. പക്ഷെ പല ചിത്രങ്ങളും അതിൻ്റെ ഒറിജിനൽ പല നഷ്ടപ്പെട്ടു. മനുഷ്യരുടെ കഥയാണെന്ന് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, എന്താണ് സാർ അങ്ങനെ ഒരു തോട്ട്? ഇപ്പോൾ വടക്കൻ വീരഗാഥ തന്നെ നമ്മൾ ഇത്രയും കാലം കേട്ട്, വടക്കൻ പാട്ട് കേട്ട് അല്ലെങ്കിൽ സിനിമകൾ കണ്ട്, അതല്ല ചന്തു എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനൊരു വേർഷനുണ്ട്, നമുക്കത് വടക്കൻ വീരഗാഥ കഴിയുമ്പോൾ നമ്മൾ മറ്റത് മറക്കാൻ തയ്യാറാവുന്നുണ്ട്, ഇതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത വരാൻ? ഞാൻ ഭാരതം വളരെയധികം ഇരുന്ന് വായിച്ച് ഇപ്പോഴും എൻ്റെ ഭാരതം പുസ്തകങ്ങളൊക്കെ നോക്കി അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ വിട്ടുപോയത് വെച്ചാൽ അദ്ദേഹം മനഃപൂർവ്വമല്ല, മഹാനായ വ്യാസൻ ചില സ്ഥലത്ത് പറഞ്ഞ് നിർത്തിയിട്ട് അടുത്തത് വേറെ ചിലതാണ്. ഇപ്പം എന്തുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് തുടർന്നില്ല? നമ്മളെപ്പോലത്തെ ആൾക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ചിലത് വിട്ടുവച്ചിരിക്കണം എന്നൊരു തോന്നലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് മാനുഷികമാക്കുക എന്നുള്ളതല്ല, അതിൽ എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഈ ഭീമനും അഭിമന്യും തമ്മിൽ വലിയ ഇഷ്ടമാണ്. മരുമകൻ, അനുജൻ്റെ മകൻ. ഈ അഭിമന്യു മരിച്ച് പടയപ്പാളയത്തിൽ ഉള്ളൊരു ദുഃഖമുണ്ടല്ലോ, ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ വലിയച്ഛ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ നടക്കുന്ന ഈ അഭിമന്യു മരിച്ചതിൽ ഭീമനും ദുഃഖമാണ്. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഭീമൻ്റെ മകൻ ഘടോത്കചൻ മരിക്കുന്നത്. ഘടോത്കചനെ പോലെ മഹാഭാരതത്തിൽ യുദ്ധം ചെയ്ത ഒരു യോദ്ധാവുമില്ല, ആകാശത്തിലും ഭൂമിയിലും ഒക്കെ വന്നു. അവൻ്റെ വരവ് തന്നെ അങ്ങനെയാണ്. ഇതാ ഞാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് പോത്തുകളെ കെട്ടിയിട്ടുള്ള വണ്ടികൾ അവൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് അവർ ക്യാമ്പ് അടിച്ചിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ ഈ അർജുനന് വേണ്ടി വെച്ചിട്ടുള്ള വേല് ഉപയോഗിച്ചിട്ടാണ് ഘടോത്കചനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് മരിച്ചപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ധർമ്മപുത്രർ പറയാം, അയ്യോ പാണ്ഡവന്മാർക്ക് ആദ്യമുണ്ടായ മകനാണവൻ, എന്തുമാത്രം യുദ്ധമാണ് അവൻ ചെയ്തത്. ഈ സമയത്ത് കൃഷ്ണൻ കയറി വരാം. എന്താ കരയുന്ന എല്ലാവരും? അല്ല, നമ്മുടെ ഘടോത്കചൻ, ആ കുട്ടി മരിച്ചു, പാണ്ഡവർക്ക് ആദ്യം ഉണ്ടായ സന്തതി. എന്തിനാണ് കരയണത്? കരയരുത്, ആഘോഷിക്കുവിൻ. ഏതായാലും അവൻ കാട്ടാളനാണ്, മരിക്കാൻ വെച്ചവനാണ്. ഇതൊരച്ഛൻ കേട്ടുകൊണ്ട് നിൽക്കില്ല അവിടെ ഭീമൻ. ഇതേപോലത്തെ കുറേ സന്ദർഭങ്ങൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഭീമനെ തന്നെ, പിന്നെ ഭീമൻ ഗത മാത്രം എടുത്തിട്ട് യുദ്ധം ചെയ്ത ആളൊന്നുമല്ല. ഒരു ഘട്ടത്തിൽ നിനക്ക് അസ്ത്രാഭ്യാസത്തിൽ വളരെ വീരനായിരുന്നു, മാത്രമാണെന്നാണ് ധരിച്ചിരുന്നത്. നിനക്ക് അമ്പും വില്ലുമല്ല വിധിച്ചത്, നിനക്ക് ഗതയാണെന്ന് പറഞ്ഞ് ഗുരു മാറ്റുക. അപ്പം എന്താ വെച്ചാൽ ഗുരുവിനെ തന്നെ സംശയം, ഇയാളിത് പഠിച്ചിട്ട് അർജുനനെക്കാളും എന്നിട്ടാണ് അയാൾ ഗതായുദ്ധത്തിലേക്ക് വരുന്നത്. അപ്പം അങ്ങനത്തെ പലതും നമുക്കൊരു മനുഷ്യന് വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ യുദ്ധം കഴിഞ്ഞു, എന്തിനാണ് വിധവകളുടെ സാമ്രാജ്യമാണെങ്കിൽ എന്തിനാര് ഭരിക്കും? പക്ഷേ മൂത്ത ധർമ്മപുത്രർ ഭീമനോട് പറയുകയാണ്, ക്ഷത്രിയരുടെ നിയമപ്രകാരം ശത്രുവിനെ കൊന്ന ആളാണ് ജേതാവ്, എല്ലാ ശത്രുവിനെയും നീയാണ് കൊന്നിട്ടുള്ളത്. ഈ കൗരവന്മാരെ മുഴുവൻ എല്ലാറ്റിനെയും കൊന്നുള്ളത് ഇവൻ്റെ കൈകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നീ രാജ്യം ഭരിക്കണം. ഏതായാലും അന്ന് രാത്രിയിൽ ഈ ഭീമൻ വിധവകളുടെ സാമ്രാജ്യം ആണെങ്കിൽ പോലും ഈ ജ്യേഷ്ഠൻ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഭരണവും ഒരു സിംഹാസനവും ഒക്കെ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. അടുത്ത അധ്യായത്തിൽ ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ കിരീടധാരണം ഈ പറഞ്ഞാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു എന്നല്ലാതെ നമ്മളതിനെ മാറ്റിമറിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇതിന് സാറിൻ്റെതായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ട് അത് ഉണ്ടാക്കിയതാണ്. എം ടി പറ്റി പറഞ്ഞു കേട്ടപ്പോൾ എനിക്കിത് ആദ്യം ഇലസ്ട്രേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്.
ഇനിയും അല്ലേ? അതിൽ ഒരുപാട് പുതിയ മാനങ്ങൾ വരുന്നു. ആ പുതിയ മാനങ്ങൾ പലതിലും പല ഇത് തന്നെയാണ് വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ പാട്ടുകളിൽ പറഞ്ഞത് ചതിയൻ ചന്തു എന്നുള്ളത് പറഞ്ഞ് അയാൾ എവിടെ ചതിച്ചതെന്ന് പാട്ടിൽ എവിടെയും പറയും. അവിടെ വിട്ടുപോയത് നമ്മൾ വേറൊന്നാക്കുകയാണ്. ഇതിലിപ്പോൾ അംഗം കഴിഞ്ഞ് വന്നിട്ട് തളർച്ചയോട് കിടക്കുമ്പോൾ കുത്തുവിളക്ക് കൊണ്ട് കുത്തി എന്നാണ് പറയുന്നത്. പാട്ടിൽ പറയുന്ന ഇത് പ്രകാരം അംഗം പൊയ്ത്ത 2 എണ്ണമുണ്ട്. ഈ സംഘം ചേർന്നിട്ട് ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ അംഗം. തട്ടൊക്കെ ഉണ്ടാക്കി, തട്ടാദ്യം വന്ന് ഇൻസ്പെക്ട് ചെയ്തു, 2 കൂട്ടരും തട്ടൊക്കെ ശരിയാണോ നോക്കി, എന്നിട്ട് അതിൻ്റെ രീതികളുണ്ട്, ചുവടുകളും അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എൻ്റെ വാള് മുറിഞ്ഞു, വാളുതാ എന്ന് പറയുമ്പോൾ വാള് ഞാൻ തരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഈ നിൽക്കുന്നവരുടെ കയ്യിലൊക്കെ വാളുണ്ട്, ഓരോരുത്തരും ഓരോ വാൾ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ കുറേ അതിശയോക്തി ചേർത്തിട്ടുള്ളതാണ്. ആളുകൾക്കൊരു ദേഷ്യം തോന്നിയത് ഉണ്ണിയാർച്ചയെ പറ്റി പറഞ്ഞപ്പോഴാണ്. ഉണ്ണിയാർച്ച വന്നിട്ട് പിന്നെ നീ ആങ്ങളുടെ കൂടെ തുണയ്ക്ക് പോകണം ചന്തുവിനോട്, എന്നാലും എനിക്ക് സമാധാനമുള്ളൂ. പടയിൽ ജയിച്ചു വന്നാൽ ഞാൻ നിൻ്റെ ഭാര്യയായിട്ടിരുന്നോളാം. പാട്ടിലുള്ളതല്ലേ. അപ്പോൾ ഇയാൾ പറയുന്നു എൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല, പണ്ട് നീ ഇങ്ങനെ പറഞ്ഞോളാം. ഇല്ല, ഞാൻ അച്ചാരം ആ നൂലിതൊക്കെ മടക്കി കൊടുത്തിട്ട് ഞാൻ നിൻ്റെ ഭാര്യയായി. എന്നാലും വിശ്വസിക്കില്ല. നിൻ്റെ വാക്ക് കേട്ട് അതിരമ്പുഴ നീന്തിക്കടന്ന് പാതിരയ്ക്ക് എത്തിയപ്പോൾ നീ കോളാമ്പി കൊണ്ട് എറിഞ്ഞവളാണല്ലോ. ഇത് പാട്ടിലുള്ളതാണ്. പാട്ടിലുള്ള അതിരമ്പുഴ നീന്തിക്കിടന്ന് പാതിരയ്ക്ക് എത്തണമെങ്കിൽ ഈ അമ്മ വിളിക്കാതെ പോകില്ല. പിന്നെ എന്തോ ഒരു ചുറ്റുപാടിൽ കൊളാമ്പി എറിഞ്ഞിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട്. ഇപ്പോൾ രണ്ടാമത് കേട്ടപ്പോൾ ഒന്നുകൂടെ വരയ്ക്കണം എന്ന് തോന്നുന്നു. അതിന് പുതിയൊരു ആവേശം, അതിന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് അങ്ങനെ സംശയം. കുട്ടിയെടുത്തി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ എന്നും ആ പേരിൽ തന്നെ അറിയപ്പെട്ട പ്രിയങ്കരിയായ നടി വിലാസിനി ചേച്ചി MT യെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. സാറിൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലേ? മറ്റാരും അങ്ങനെ ഇല്ല. നസീർ സാർക്ക് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു, മമ്മൂക്ക എത്ര ചെയ്തു, എങ്കിലും ആ കഥാപാത്രത്തിൻ്റെ പേരെടുത്താരും വിളിച്ചിട്ടില്ല. ഇത് വിലാസിനി എന്നുള്ള പേര് പോലും അറിയാതെ കുട്ടിയെടുത്തിൽ നിന്ന് മാത്രം വിളിക്കുന്ന ഒരു എങ്ങനെയാണ് സാർ ആ ഒരു കുട്ടിയെടുത്തിയുടെ ഒരു തുടക്കം എന്താണ്? ഈ കുട്ടിയെടുത്ത് ഞാൻ എഴുതിയൊരു കഥയാണല്ലോ. കുട്ടിയെടുത്ത് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച, എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചൊരു കഥയാണ്. ഈ പത്തായപ്പരയിൽ ഞങ്ങൾ താമസിക്കുന്നു. ഈ വലിയമ്മയും മക്കളൊക്കെ ഇവിടെ താമസിക്കുന്നു. അവരുടെ ഒരു മകളാണ് കുട്ടിയെടുത്ത്. അവരുടെ ശരിക്കും പേര് മീനാക്ഷി എടുത്തി എന്നായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ ഒരു റിബലായിരുന്നു. ഇവിടെ ഇപ്പോൾ വീട്ടിലൊരു സങ്കല്പം അവിടെ ഭഗവതി ഉണ്ടെന്നും ഭഗവതിയുടെ നിധിയുണ്ട് മച്ചിനകത്തെന്നും. ഇവരൊരു ദിവസം കൈക്കോട്ട് എടുത്തിട്ട് അത് കുത്തിപ്പൊളിക്കുകയാണ്. ഭയങ്കര കലാപം. അത് ഇവിടെ ആളുകൾ ഭക്ഷണം കിടക്കുമ്പോൾ ഇവിടെ ഭഗവതിയുടെ നിധി വെച്ചിട്ട് എന്താ കാര്യം? ഇതായിരുന്നു ഇവരുടെ ഒരു സ്വഭാവം. അവരെ കണ്ടാൽ നല്ല ചന്തമുള്ള സ്ത്രീയാണ്, കുറച്ച് കറുത്തിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു ഒരു മണി പോലത്തെ ഒരു സാധനം, മണി എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു സാധനം. ഇതൊരു ദിവസം ഇവർ ആരോടും പറയാതെ ഒരു മുറിയിൽ പോയിട്ട് ഒരു കറുക്കത്തി എടുത്തിട്ട് ഇത് കെട്ടി, എന്നിട്ട് ചോരയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ആളാരോ കണ്ടിട്ടാണ് വിളിച്ചത്. ഇങ്ങനെ 2-3 സംഭവങ്ങളുണ്ട് ഇവരുടെ. എല്ലാം ഒന്നുമല്ല. ഇപ്പോൾ സത്യമാഷ ക്യാരക്ടറൊന്നും ഒക്കെ ഞാൻ പിന്നീട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാനിവരുടെ ഇങ്ങനെ കൂടെ നടന്നു. ഞാൻ അടുത്ത വീട്ടിൽ, ഞാൻ ഇളയമ്മയുടെ മകൻ, ഇവരുടെ കൂടെ ഇവർ പിന്നെ മരം കയറും, മരം കയറിയിട്ട് മാങ്ങയൊക്കെ പൊട്ടിക്കും. അപ്പം ഞാനതിന് സഹായിയായിട്ട് കൂടെ നിൽക്കുന്നതാണ്. അപ്പം മേനോൻ ഇത് വായിച്ചപ്പോൾ ഇത് നമുക്കൊരു സിനിമ എടുക്കാം. അങ്ങനെ മേനോൻ ഇവിടെ അതിന് മുമ്പും മെയിനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഓളവും തീരത്തിൻ്റെ പീരീഡിലാണ്. അപ്പം അന്ന് കോഴിക്കോട്ടൊരു നാടകത്തിൻ്റെ ഒരു അമച്വർ നാടകത്തിൻ്റെ ഒരു നല്ല കാലമാണ്. ആ കാലത്താണ് ടൗൺ ഹാളിൽ ഒരു നാടകം ഉണ്ടാകുന്നത്. അതിലപ്പോൾ മേനോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ, നമുക്ക് നോക്കാവുന്നതാണ്. മേനോൻ കണ്ടപ്പോൾ പറഞ്ഞു ഈ ക്യാരക്ടറായിട്ട് നമുക്ക് കറക്റ്റായിരിക്കും. അങ്ങനെയാണ് വിലാസിനിയെ
ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. ചേച്ചി എങ്ങനെയാണ് അറിയുന്നത് ഈ കുട്ടിയെടുത്തിയായിട്ട് അഭിനയിക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്? ഞാൻ അറിയുന്നത് വാസേട്ടൻ പറഞ്ഞല്ലോ പാമേശ്വര നാടകങ്ങൾ കുറേ ഉണ്ടാവുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വരുന്നത് രാഘവനേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങേര് ജോലി ചെയ്യുന്നത് മാതൃഭൂമിയിലാണ്. അപ്പോൾ വാസേട്ടനായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ അങ്ങേര് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊരു സിനിമ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ അന്നൊക്കെ എക്സ്ട്രാ നടികളുടെ ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ അത് അന്ന് തച്ചോളിയോധനൻ, പാലാട്ടുകോമൻ, പിന്നെ ആൽമര, അങ്ങനെയൊക്കെ അതിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യും. അതൊക്കെ നമുക്ക് ചാൻസ് തരുന്നത് ഈ രാഘവേട്ടൻ മുഖാന്തിരം. അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അത് നീ മെയിനായിട്ട് അഭിനയിക്കണം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് 2 പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല മറ്റേ രാഘവേട്ട, മെയിനായിട്ടൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല സൗന്ദര്യം വേണ്ടേ, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളായിരിക്കണം, നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിരിക്കണം, എനിക്ക് 2 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വരുന്നത്, പക്ഷെ നീ അതിപ്പോൾ ആരോടൊന്നും പറയണ്ട, മിക്കവാറും നീ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ ഒരിക്കൽ നാടകത്തിന് വന്നപ്പോൾ വാസേട്ടൻ പറഞ്ഞു, അല്ല നിന്നെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ഇതിൽ പരം സന്തോഷം പറയാനുണ്ടോ. മെയിനായിട്ട് അഭിനയിക്കുക, അന്ന് സത്യനാണ് കൂടെ എന്ന് പറഞ്ഞു. അന്ന് അങ്ങേര് ചെത്തി നിൽക്കണ സമയമല്ലേ. അപ്പോൾ വാസേട്ടനും മേനോൻ ചേട്ടനും നാടകം കാണാമെന്ന് ഞാൻ അറിയില്ല. അന്ന് ഞാൻ അഭിനയിച്ച നാടകത്തിൻ്റെ പേര് MLA. ഞാനൊരു ഭ്രാന്തിയുടെ വേഷം ചെയ്യണേ. അപ്പം നാടകം കഴിഞ്ഞതിൻ്റെ ശേഷം വാസേട്ടനും മേനോൻ ചേട്ടനും കൂടി ഗ്രീൻ റൂമിലേക്ക് വന്നു. അങ്ങനെ മേനോൻ ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, വാസേട്ടൻ അതിന് മുമ്പേ അറിയാം. പറയുന്ന വെച്ചാൽ മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്കൊക്കെ ഞങ്ങളായിരിക്കും മിക്കവാറും നാടകം ചെയ്യുക. അപ്പോൾ വാസേട്ടൻ വരും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വാസുവേട്ടനെ നമുക്ക് പരിചയമുണ്ട്. ആ കെയർഓഫിലും കൂടിയിട്ടാണ് ഈ രാഘവേട്ടൻ എന്തിങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് കുട്ടിയെടുത്തേക്ക് വന്നത്. പിന്നെ ആ പേര് ഇപ്പോൾ നിൽക്കണു. എനിക്ക് അതിലേറ്റവും വലിയ അഭിമാനമുണ്ട്. വാസേട്ടനോടും ഉണ്ട്, മേനോൻ സാറിനോടുണ്ട്. എന്നെ കുട്ടിയെടുത്തി വിലാസിനി, ആദ്യം കോഴിക്കോട് വിലാസിനിയായിരുന്നു, അത് മാറി പിന്നെ കുട്ടിയെടുത്തി വിലാസിനി ഇപ്പോൾ എവിടെ പോയാലും കുട്ടിയെടുത്തി വിലാസിനെ ഈ മൂക്കറിയും, പേര് മാത്രം. വാസേട്ടൻ്റെ ബന്ധുവാണ് ഇപ്പോൾ ഈ മാളുകുട്ടി എന്ന് ഞാൻ അറിയില്ല, ഇത്രയും അറിയില്ല, എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്നുള്ളത് അറിയും. ഇപ്പോഴത് വാസേട്ടൻ ഇപ്പോൾ പറയുമ്പോഴാണ് അതറിയുന്നത്. ഈ വിലാസിനി ചേച്ചി തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഉപസാദൃശ്യം വല്ലതും തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. അതിൽ അങ്ങനത്തെ ഒരു പ്രായം തെറ്റി കല്യാണം ആവാതെ നിൽക്കുന്ന കാരണം വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്. താഴെയുള്ളവൾ കുറച്ചുകൂടി വെളുത്തവളും സുന്ദരിയാണ്. അപ്പോൾ പ്രായം തെറ്റി കല്യാണമാകാതെ നിൽക്കുന്ന ഒരു പെണ്ണ് എന്നുള്ളത് ഇതാണ്. ചേച്ചിക്ക് എക്കാലത്തേക്കും ഒരു പേരുമായി അല്ലേ, എടുത്തി എന്നുള്ളൊരു പേര് തന്നെ അറിയപ്പെടാനും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സാറിൻ്റെ വേറൊരു ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ KT മുഹമ്മദ് കൂടെ നമ്മുടെ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, വലിയ ശരീര അസ്വാസ്ഥ്യം ഉണ്ടായിട്ട് പോലും ഇത് MTയുടെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നതെന്നാണ്. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് കൂടി നമ്മളോടൊപ്പം ഈ സമയം പങ്കിടാൻ ശ്രീ KT സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ കൂടി ക്ഷണിച്ചോട്ടെ. നേരിട്ട് കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടാവും? ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് സ്ഥലത്തൊക്കെ വെച്ച് കാണും. മാതൃഭൂമിയിൽ ജോലിയായിട്ട് സാർ കോഴിക്കോട് വന്നതിന് ശേഷമല്ലേ അടുപ്പം? അപ്പം അന്ന് നാടകരചനയാണ് അല്ലേ? അല്ല, അന്ന് പിന്നെ പോസ്റ്റ് ഓഫീസിലെ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എഴുത്തുവിട്ടു. ഞാൻ 28 കൊല്ലം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. 28 years. അവിടെ ഇരുന്നാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്? അവിടെ നിന്നാണ് KT അത് എഴുത്തും സാറെ എഴുത്തും അവതാരകനും നാടകങ്ങളെ ചുറ്റി കിടക്കുന്നതും അങ്ങനെയാണ്. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ KT ഉണ്ടായത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് KT. അതിനു മുമ്പ് അറിയാം. അതെല്ലാം ഞങ്ങൾ ഈ നാടകോത്സവത്തിൻ്റെ കലക്ഷന് വേണ്ടിയിട്ട് ഞാൻ NV കൃഷ്ണവാദി, G ചന്ദ്രക്കുറുപ്പ്, KP രാമൻ നായർ ഇവരെല്ലാം കൂടി പാലക്കാട്ട് അപ്പോഴും
എം ടി എന്ന് പറയുന്നത് ഇന്നത്തെ എം ടി അല്ല, അന്നത്തെ എം ടി വളരെ ക്ലാസ് എടുക്കുന്നു എന്നല്ലാതെ. എങ്കിലും ഞാനിപ്പോൾ ഓർക്കായിരുന്നു, ആ എനിക്കെന്തോ അപ്പോ എം ടി എന്ന് പറയുന്ന ഈ പേരുള്ള ആളോട് എനിക്കൊരു ആദരവ് തോന്നി അന്ന്. ഇത് ഉപ്പുണ്ടാക്കിയതല്ല. ഈ മനുഷ്യൻ സസ്യനാണല്ലോ, ഒന്നും സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് കെട്ടിയുടെ നാടകങ്ങളൊക്കെ വന്നിരിക്കുന്നു. കറവറ്റ പശു അഭിനയിക്കുന്ന അത് ഞാനൊരു ഒരു കഥയുണ്ട്. ഞാൻ ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്യൂട്ടോറിയലൊക്കെ നന്നാക്കാൻ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിൻ്റെ വാർഷികത്തിനോട് നാടകം കളിച്ച് കളയാം. എൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ വഴി കൂടെ പോവാത്ത അവിടുത്തെ മാഷന്മാർ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഗുരുനാഥന്മാരിപ്പോൾ ഒരാൾ പറഞ്ഞു നാടകം കളിക്കണം, ശരി കളിക്കാൻ. ഞാനാണ് അതിൽ ക്ഷയരോഗി പുരുഷൻ. അവരാ നിശ്ചയിക്കുന്നത്. എന്നാൽ എൻ്റെ ആരോഗ്യമൊക്കെ അത്ര ഇതാണ്. എന്നെ കണ്ട ക്ഷയരോഗിയാന്ന് തോന്നുന്നു, പക്ഷെ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അന്ന് എസ് കെ പൊറ്റക്കാട്ട് ഞങ്ങളുടെ മുഖ്യാതിഥിയായിരുന്നു വാർഷികത്തിന്. അപ്പം അതൊരു വശത്ത് പേടി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുക്കം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം നാടകം കാണാനിരിക്കുന്നു, എന്നെ ഈ ഇതൊക്കെ കാണുമെന്നുള്ളത്. പക്ഷേ എനിക്കൊരു വലിയ കോംപ്ലിമെൻറ്റ്. ഞാൻ ഈ ചുമച്ച് അഭിനയിക്കല്ലേ, ഞങ്ങളുടെ ഈ വേലിയുടെ അപ്പുറത്ത് ഒരു കുടുംബം താമസിക്കുന്നു. അതിലൊരു 10-17 വയസ്സായിട്ട് ഒരു പെൺകുട്ടിയാണ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തന്നെ നോക്കുന്നൊക്കെ ഞാൻ കാണാം. പിറ്റേന്ന് ഞാനിത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കത്ത് ഇങ്ങോട്ട് ഇറക്കും. എനിക്ക് പേടിയുണ്ട് അതേ സമയത്ത്. ഇനി ആ കാലത്ത് വല്ല പ്രേമലേഖനോ അങ്ങനത്തെ വല്ലതാണോ അതും പേടിയിട്ടു. കത്ത് വായിച്ചപ്പോൾ വേറൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട പ്രായമാണ്. അതെ, വേറൊന്നുമില്ല കത്ത്. ഇന്നലെ വേലിയുടെ അപ്പുറത്ത് നിന്ന് ഞാൻ നാടകം കണ്ടു. നിങ്ങൾക്ക് ശരിക്കും സൂക്കറുണ്ടോ, അത് നാടകത്തിന് വേണ്ടി കാണിച്ചതാണോ, അത്രേ അറിയേണ്ടത്. ആദ്യവും അവസാനമായിട്ട് അഭിനയിച്ചത് അത് കഴിഞ്ഞു. അന്ന് ഈ അങ്ങനെ ഒരു നാടകങ്ങൾ അരങ്ങേറുന്നത് മാത്രമാണ് അതോ ഇന്നത്തെ പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ പോലെ ഇത് നിരവധി വേദികളിൽ പോയി അഭിനയിക്കുന്ന? പിന്നെ ഇത് ഭൂമിയാണൊക്കെ പലയിടത്തും. ഇത് ഭൂമിയാണ് 1953 ഡിസംബർ 17 ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നും അവതരിപ്പിക്കണം. അന്ന് കെ പി ഉമ്മറൊക്കെ ആ നാടകം, അതിനു മുമ്പ് കെ പി ഉമ്മർ നടിയായിരുന്നു, പെൺവേഷങ്ങൾ ചെയ്യുന്ന. സാഹിത്യരംഗത്തൊക്കെ ഉള്ള ഒരുപാട് പേരുമായിട്ടുള്ള അടുപ്പങ്ങളുണ്ടല്ലേ കോഴിക്കോടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സാഹിത്യരംഗത്തുള്ള എല്ലാവരുമായിട്ടുള്ള അടുപ്പം അങ്ങേക്കുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എം ടി വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത്? പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആ ക്യാരക്ടർ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴും ആ ക്യാരക്ടർ എന്നെ അത്ഭുതപ്പെടുന്നു. കാരണം ഞാൻ ദേശീയ സമ്മാനം വാങ്ങുന്നത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത കൊല്ലമാണ് എം ടി വാങ്ങുന്നത്. പിന്നെ എം ടി അങ്ങ് ഓടുക എന്നൊക്കെ വിട്ടിട്ട്.